കൂട്ടുകാരെ ഞാൻ കപ്പ അരിയണേ. നല്ല ചൂര മീൻ കിട്ടി. അപ്പം മീൻ കറിയും ഉച്ചയ്ക്ക് കപ്പയും ആക്കാമെന്ന് കരുതി. വേണ്ട, കപ്പ അരിയണേ. നല്ല വേവണ കപ്പയാണോന്നൊരു സംശയമുണ്ട് കേട്ടോ. നമ്മളെ നാട്ടിലൊക്കെ 1.5 കിലോ 50 രൂപയാണേ. നിങ്ങളുടെ നാട്ടിലെങ്ങനെയാണ് വില? പണ്ടൊക്കെ കപ്പ ഭയങ്കര വിലയായിരുന്നു. ഇപ്പോൾ ആർക്കും വേണ്ട കേട്ടോ. ഒരുമാതിരിപ്പെട്ടവർക്കൊന്നും കപ്പ കഴിക്കാൻ പാടില്ല. ഷുഗറൊക്കെ ഉള്ളവർക്ക് കപ്പ കഴിക്കാൻ പാടില്ല. അതുകൊണ്ട് അങ്ങനെ വലുതായിട്ട് ആരും വാങ്ങിക്കാറില്ല. പണ്ട് കാലത്തൊക്കെ നമ്മളെല്ലാ വീട്ടിലും കപ്പ, അതിങ്ങനെയൊന്നും അല്ല, ഒത്തിരി കപ്പയാണ് പുഴുങ്ങുന്നത്. നിങ്ങളൊക്കെ ഇങ്ങനെയാണോ കപ്പ അരിഞ്ഞ് കഴിക്കുന്നത്? എന്താ നമ്മളിങ്ങനെ അരിഞ്ഞാണ് കപ്പ ഇളക്കുന്നത്. കൂട്ടുകാർ, പിന്നെ എന്തൊക്കെ വിശേഷം? അടുക്കളയിലാണോ എല്ലാവരും? ഓരോരോ തിരക്കുകളാണോ? കാപ്പിയൊക്കെ കഴിച്ചോ? എന്ത് കാപ്പിയായിരുന്നു ഇന്ന്? കൂട്ടുകാരെ, ഞാൻ യൂട്യൂബിൽ വീഡിയോ ഇട്ട് എനിക്ക് വീണ്ടും ഞാൻ ഫേസ്ബുക്കിലും കൂടി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. എൻ്റെ ഫേസ്ബുക്കിലെ വീഡിയോയ്ക്കും എൻ്റെ യൂട്യൂബിൽ എനിക്ക് സബ്സ്ക്രൈബും ലൈക്കും കമൻറ്റും ഒക്കെ തരണവർ ഫേസ്ബുക്കിലെ വീഡിയോയ്ക്കും തരണം. ഫേസ്ബുക്കിലെ വീഡിയോ തരണവർ എനിക്ക് യൂട്യൂബിലെ വീഡിയോയ്ക്കും തരണം. നമുക്ക് പരസ്പരം ഒത്തൊരുമയോടെ മുന്നേറാം. അതുപോലെ തന്നെ നിങ്ങളുടെ എല്ലാവരുടെ വീഡിയോയ്ക്കും നിങ്ങൾ ചാനൽ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അതിനെല്ലാം ഞാനും സപ്പോർട്ട് ചെയ്യുന്നതാണ്. എനിക്ക് അതിൽ സന്തോഷമാണ്. പിന്നെ കൂട്ടുകാരെ, എൻ്റെ അയൽവക്കക്കാരും എന്നെ അറിയുന്നവരൊക്കെ ചോദിക്കുന്നു, എനിക്ക് യൂട്യൂബിൽ നിന്ന് വരുമാനമായി തുടങ്ങിയോ? ഞാൻ എന്താണ് പറയേണ്ടത്? അവർക്കാർക്ക് ഇതിനെപ്പറ്റി ഒന്നും അറിയില്ല. അവർ വിചാരിക്കുന്നത് നമ്മളിങ്ങോട്ട് ചാനൽ തുടങ്ങിയ ഉടനെ നമുക്ക് വരുമാനമായെന്ന്. പക്ഷേ അതൊന്നും അല്ലെന്ന് നമുക്കൊക്കെ അല്ലേ അറിയാമല്ലോ. ഞാനും തുടങ്ങും മുമ്പ് ഇങ്ങനെയൊക്കെ കരുതി. പക്ഷെ തുടങ്ങിയപ്പോഴല്ലേ നമുക്കതിൻ്റെ ഉളുപ്പും എരിവൊക്കെ മനസ്സിലായുള്ളൂ. ഇതിൽ ഒത്തിരി കടമ്പാൾ നമ്മൾ കടക്കണമെന്ന് അത് നമുക്ക് മാത്രമേ അറിയാവുള്ളൂ. പക്ഷെ ജനങ്ങൾക്ക് അതറിയില്ല. അവർ പൊതു സ്ഥലത്തും തൊഴിലുറപ്പ് സ്ഥലത്തൊക്കെ സംസാരം, എനിക്ക് വരുമാനമായി തുടങ്ങി. ഞാൻ എന്താ പറയേണ്ടത്? എനിക്ക് ഒരു വരുമാനവും ആയില്ല. കൂട്ടുകാരെ, നിങ്ങൾക്കൊക്കെ അറിയാം, നമ്മൾ ചാനൽ തുടങ്ങി എല്ലാവർക്കും അറിയാം, ഇതിലൊന്നും വരുമാനമായിട്ടില്ല. നമ്മൾ അതിനു വേണ്ടി ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിക്കണം. ഒരുപാട് നമ്മൾ മെനക്കെടണം. നമ്മൾ അതിനു വേണ്ടി സമയം കണ്ടെത്തണം. അപ്പോൾ എങ്കിൽ മാത്രമേ അവർ യൂട്യൂബുകാരായാലും ഫേസ്ബുക്കുകാരായാലും അംഗീകരിക്കുകയുള്ളൂ. അല്ലാതെ ഒരു വീഡിയോ 2 വീഡിയോ ഇട്ടെന്ന് പറഞ്ഞൊന്നും ഒരിക്കലും നമ്മളെ ആരും അംഗീകരിക്കില്ല. പിന്നെ ജനങ്ങൾ നമ്മളെ ഏറ്റെടുക്കണം. ജനങ്ങളെ കയ്യിലാണ് നമ്മളെ വിജയം. അത് നമുക്കെല്ലാവർക്കും അറിയാം. അപ്പോൾ ജനങ്ങളുടെ സപ്പോർട്ടാണ് നമ്മളെ വിജയം. അങ്ങനെ ചെയ്യണം. പിന്നെ ഇത് നമ്മൾ തുടങ്ങിയത് നമുക്ക് വിജയിക്കണമെങ്കിൽ വിജയിക്കട്ടെ എന്ന് കരുതിയാണ് ഞാൻ തുടങ്ങിയത്. എനിക്ക് എന്നെ സഹായിക്കാനൊന്നും ആരുമില്ല. വീഡിയോ എടുത്ത് തരാനൊക്കെ എനിക്ക് ആരുമില്ല. ഒറ്റയ്ക്ക് എല്ലാം ചെയ്യുന്നത് ഞാനാണ്. എങ്കിലും കുറേ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടെങ്കിലും ഞാൻ ഒരുവിധം മുന്നേറി വരികയാണ്. അത് നിങ്ങൾ ജനങ്ങളുടെ സപ്പോർട്ടാണ്, അല്ല എൻ്റെ കഴിവല്ല. അപ്പോൾ ഇനി വരും ദിവസങ്ങളിൽ എനിക്കങ്ങനെ നിങ്ങളുടെ സപ്പോർട്ട് വേണം. നിങ്ങളുടെ സപ്പോർട്ടിലാണ് എൻ്റെ വിജയം. അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോയ്ക്ക് യൂട്യൂബിൽ എനിക്ക് സബ്സ്ക്രൈബ് ചെയ്ത് വിജയിപ്പിക്കണം. ഫേസ്ബുക്കിൽ ഫോളോ ചെയ്ത് വിജയിപ്പിച്ച് കമൻറ്റും ലൈക്കും ഒക്കെ തരണം. അപ്പോൾ അതുപോലെ തന്നെ നിങ്ങൾ വേറെ ചാനൽ വേണമെങ്കിലും എനിക്ക് ഷെയർ ചെയ്ത് തരാം. ഞാനും നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. ഒരിക്കലും ഞാൻ അവരുടെ ആരുടെ ചാനൽ സപ്പോർട്ട് ചെയ്യാതിരിക്കുകയില്ല. ഞാൻ ചാനൽ തുടങ്ങുന്ന മുമ്പേ തന്നെയും എനിക്കിഷ്ടം തോന്നുന്ന ചാനലെല്ലാം ഞാൻ സബ്സ്ക്രൈബ് ചെയ്യാറുണ്ട് യൂട്യൂബിൽ. അതുപോലെ തന്നെ ഫേസ്ബുക്കിലും ഞാൻ ഫോളോ ചെയ്യാറുണ്ട്. അപ്പോൾ അങ്ങനെ എൻ്റെ അയൽവക്കായാലും നാട്ടുകാരൊക്കെ പറയുന്നത് അങ്ങനെയാണ്. എനിക്ക് ഫേസ്ബുക്കിൽ നിന്ന് യൂട്യൂബിൽ നിന്ന് വരുമാനമായെന്ന്. എന്ന് കിട്ടുമെന്ന് എനിക്ക് തന്നെ അറിയില്ല. എന്നിട്ട് അവരൊക്കെ പറയുന്നത് കേൾക്കുമ്പോൾ എനിക്ക് ചിരി വരും കേട്ടോ. ഇനി വേണമെങ്കിൽ ഞാൻ വെറുതെ ഒരു വീഡിയോ അങ്ങ് ഇടും. എൻ്റെ കയ്യിലിരിക്കുന്ന കാശ് എടുത്ത് കാണിച്ചിട്ട് എനിക്ക് യൂട്യൂബിൽ നിന്ന് കിട്ടിയെന്ന് പറയും. അപ്പോൾ ആൾക്കാർ കുറേ അതിൻ്റെ ഒന്നും ആവശ്യമില്ലല്ലേ. നമ്മൾ ജനങ്ങളെ പറഞ്ഞ് പറ്റിക്കുന്നത്. പാവം, അവർക്കൊക്കെ എന്തൊന്നും അറിയാത്തത് കൊണ്ടാണ് പറയുന്നത്. അത് ഈ പ്രായ കൊള്ളാമച്ചന്മാരൊക്കെയാണ് പറയണത് കേട്ടോ. അവർക്കൊക്കെ എന്തൊന്നും അറിയില്ല. വിദ്യാഭ്യാസമുള്ളവർക്കും നല്ല അറിവുള്ളവർക്കൊക്കെ ഇതറിയാം, എത്രത്തോളം ആവണം എന്നൊക്കെ അറിയാം. അതങ്ങനെ ഇല്ലാത്തവരാണ് പറയണത്. കുഴപ്പമില്ല. എൻ്റെ ചാനൽ വിജയിക്കുമ്പോൾ ഞാൻ അവർക്ക് മുട്ടായി വാങ്ങിക്കൊടുക്കും. സത്യമാണ്. എല്ലാവർക്കും ഞാൻ മുട്ടായി വാങ്ങിക്കൊടുക്കും. എൻ്റെ വീഡിയോ കാണാൻ എല്ലാവർക്കും ഞാൻ മുട്ടായി വാങ്ങിത്തരും. ഒരിക്കലും ഞാൻ ആർക്കും ഒന്നും കൊടുക്കാതിരിക്കില്ല. എൻ്റെ രീതി അതാണ്. കാര്യം പറഞ്ഞ് കൈ മുറിയുമെങ്കിൽ എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാം. നിങ്ങൾ വരണം. ചീറ്റി എടുക്കേണ്ട അതാണല്ലോ കൈ മുറിഞ്ഞ. മരിച്ചിനി കപ്പയിൽ ശ്രദ്ധിക്കണില്ല. ഞങ്ങളുടെ നാട്ടിൽ മരിച്ചിനി എന്ന് പറയും കേട്ടോ. നമ്മൾ പച്ച മലയാളത്തിൽ മരിച്ചിനി എന്നാണ് പറയണത്. പണ്ടൊക്കെ നമ്മൾ മരിച്ചിനിയൊക്കെ കഴിച്ചല്ലേ വളർന്നത്. ഞങ്ങൾ കുട്ടിക്കാലമൊക്കെ അങ്ങനെയായിരുന്നു. എൻ്റെ കുട്ടിക്കാലമൊക്കെ ഭക്ഷണമൊക്കെ കുറവായിരുന്നു.
ഇതുപോലെ ഒത്തിരി അന്ന് 25 പൈസയാണ് ഒരു തൂക്ക് കപ്പ. അത് വാങ്ങിക്കൊണ്ടുവന്ന് വലിയ കലത്തിലാണ് ചേച്ചിമാരൊക്കെ ഇളക്കുന്നത് അരിഞ്ഞ്. അതാണ് നമ്മൾ രാവിലെ കാപ്പിക്ക് പഴങ്കഞ്ഞിയായിട്ട് കഴിക്കുന്നതൊക്കെ, പഴങ്കഞ്ഞിയായിട്ട് കുടിക്കുന്നതൊക്കെ. അന്നത്തെ കാലമൊക്കെ നല്ല ഇതായിരുന്നു കേട്ടോ. അവസാനം രാത്രി അമ്മമാർക്ക് ആഹാരം ഇല്ലെങ്കിൽ അത് കോരി നമുക്ക് മക്കൾക്ക് തരാൻ ഉറിയിലെടുത്ത് വെച്ചിരിക്കുക. അന്ന് ഉറിയുണ്ട്. നിങ്ങൾ ആരെങ്കിലും ഉറി കണ്ടിട്ടുണ്ടോ കൂട്ടുകാരെ? ഇങ്ങനെ കലങ്ങൾ അടുക്കി അങ്ങ് വയ്ക്കും. എല്ലാ വീട്ടിലും ഉറിയുണ്ട്. പൂച്ചയും ഉറുമ്പും ഒക്കെ പൂച്ച മോട്ടിക്കും, പിന്നെ ഉറുമ്പ് കയറും, അങ്ങനെയൊക്കെ ഇല്ലായിരിക്കാം. എല്ലാം നമ്മൾ വെച്ച് അങ്ങ് ഉറിയിലെടുത്ത് അങ്ങ് വയ്ക്കും. 2-3 ഉറിയുണ്ട് എല്ലാ വീട്ടിലും. ഉറി മുടയാൻ എനിക്ക് അറിയില്ല, അല്ലെങ്കിൽ ഞാൻ ഉറി മുടഞ്ഞ് കാണിച്ചു തരുമായിരുന്നു. അപ്പോൾ അങ്ങനെയാണ്. അങ്ങനെ രാവിലെ നമുക്ക് പല്ലൊക്കെ തേച്ച് വരുമ്പോൾ ഈ ഇതൊക്കെയാണ് എടുത്ത് തരുന്നത്. അന്ന് അതൊക്കെ കഴിച്ചാലും നമുക്ക് ഒരു അസുഖവും ഇല്ല. ഇന്ന് നമുക്ക് അങ്ങനെയല്ല. നമ്മളെല്ലാം രോഗത്തിനടിമയാണ്. വിഷം ചേർന്ന ഭക്ഷണങ്ങൾ കഴിച്ച് നമുക്ക് പിന്നെ കഴിച്ചിരിക്കാൻ വയ്യ. എനിക്കാണെങ്കിൽ നല്ല രാത്രിയെ വീണ്ടും വയ്യ. എനിക്കെന്തോ എന്നാൽ പനി വന്നതിന് ശേഷം നല്ല ഇതാവുന്നില്ല, വയ്യ. അങ്ങനെ താങ്ങി തൂങ്ങിയാണ് ഓരോന്ന് ചെയ്തത്. അല്ലെങ്കിൽ എനിക്കിപ്പം ഏതാണ്ട് ജോലിയൊക്കെ ആവാനുള്ള സമയമാവുന്നുണ്ട്. വയ്യാത്തതുകൊണ്ട് പതുക്കെ അങ്ങനെ ചെയ്യാമെന്ന് കരുതി. പിന്നെ വായി കൂട്ടുകാരെ, പിന്നെ എന്താ വിശേഷം? ഞാൻ ഒരുപാട് വിശേഷങ്ങൾ പറഞ്ഞു. നിങ്ങളാരും എന്നോട് വിശേഷം പറഞ്ഞില്ല. എന്നോട് വിശേഷങ്ങൾ കമൻറ്റിലൂടെ എന്നെ അറിയിക്കണം. നിങ്ങളെ വിശേഷങ്ങൾ എനിക്ക് കേൾക്കണം. പിന്നെ കൈമുറിയോന്നൊരു സംശയമുണ്ട് കൂട്ടുകാരെ. അതാ കയ്യിൽ കൊണ്ട് കേട്ട കത്തിയാണെങ്കിൽ നല്ല മൂർച്ച. പിന്നെ ഞാൻ ഇതിൻ്റെ മുമ്പൊക്കെ വലിയ കത്തി എടുത്ത് അരിഞ്ഞപ്പോൾ എന്നോട് 1-2 പേര് കമൻറ്റ് ചോദിച്ച്, എന്നെ കാല് നീളമുള്ള കത്തി നിനക്കുള്ളൂ, ചെറിയ കത്തി ഇല്ലേ എന്നൊക്കെ. ചെറിയ കത്തി ഉണ്ട് കേട്ടോ. അതാ കണ്ട, കടയിലത്തേക്ക് നാരങ്ങ മുറിക്കുന്നതാണ് കേട്ടോ. കടയിൽ നാരങ്ങ വെള്ളം കൊടുക്കുമ്പം നാരങ്ങ മുറിക്കുന്ന കത്തിയാണ്. അപ്പോൾ ഈ വലിയ കത്തി അത്ര മൂർച്ച പോരാ കപ്പ അരിയെ. അതുകൊണ്ട് ഞാൻ ഇതിനെ ഇങ്ങോട്ട് എടുത്തുകൊണ്ടൊന്ന് കപ്പ അരിഞ്ഞിട്ട് കൊണ്ട് അവിടെ വയ്ക്കും. ഇത്ര തന്നെ. പിന്നെ കൂട്ടുകാരെ, വേറെ എന്തൊക്കെ വിശേഷം? കൂട്ടുകാരെ, ഞാൻ കൂടുതലൊന്നും ഇനി പറയുന്നില്ല. പിന്നെ എല്ലാം ഞാൻ പറഞ്ഞതുപോലെ പരസ്പരം സപ്പോർട്ട് ചെയ്ത് നമുക്ക് മുന്നേറാം. ബൈ. അടുത്ത വീഡിയോ കാണാമേ. ബൈ.